ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് ദിവ്യബലിക്ക് നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട IMS ഡൽഹി പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ അച്ഛൻ ദിനേശിച്ചനാണ്. നമുക്കറിയാം, നമ്മളെ വളരെയധികം സ്നേഹിക്കുന്ന ദിനേശിച്ചൻ നമ്മോടൊപ്പം ഇന്ന് ബലിയർപ്പിക്കുവാനായിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് നേതൃത്വം നൽകുകയാണ്. ദിനേശിച്ചന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പരിശുദ്ധാത്മ നിറവ് ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മ സഹവാസവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങയോടുകൂടെ. കർത്താവായ യേശു യഹൂദ പ്രമാണിയായ നിക്കോദെമോസിനോട് പറയുകയാണ്, നീ വീണ്ടും ജനിക്കേണ്ടിയിരിക്കുന്നു. ജലത്താലും പരിശുദ്ധാത്മാവിലും നീ വീണ്ടും ജനിക്കേണ്ടിയിരിക്കുന്നു. ജലത്താൽ സ്നാനം ചെയ്യുന്ന ഓരോരുത്തരും ആത്മാവിന്റെ തികവിൽ ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് വരും ചെയ്യുന്നത്, നിങ്ങൾ യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റെങ്കിൽ യേശുവിനോടുകൂടെ പുതുജീവൻ നയിക്കുവിൻ. നാം എല്ലാവരും പുതുജീവൻ നയിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ ജീവിക്കുവാനുള്ള സ്വഭാവം കൊണ്ട് എല്ലാവരും നിറയട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരണം. ആത്മാവിനാൽ നയിക്കപ്പെടണം. ആത്മാവിനാൽ നവീകരിക്കപ്പെടണം. എങ്കിൽ മാത്രമേ ഓരോരുത്തരും ഒരു അനുഗ്രഹമായി തീരുകയുള്ളൂ. നമുക്ക് ഓരോരുത്തർക്കും ഇന്ന ദിവസം ഈ ബലിയിലൂടെ ഒരു അനുഗ്രഹമായി തീരുവാൻ വേണ്ടി ആഗ്രഹിക്കുക. കർത്താവിന്റെ വലിയ കൃപ നമ്മളിലേക്ക് ഒഴുകട്ടെ. ആ വലിയ ഒഴുകിൽ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ആവസിക്കുകയും നാം എല്ലാവരും നവീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. ഈ വാക്കുകളോടുകൂടെ നമുക്ക് നമ്മെ തന്നെ ഈ ദീപത്തിൽ പങ്കുചേരുവാൻ വേണ്ടി ഒരുക്കാം. നമ്മുടെ പാപങ്ങളെയും കുറവുകളെയും കുറ്റങ്ങളെയും എല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സർവശക്തനായ ദൈവത്തോടും സഹോദരരെ, നിങ്ങളോടും ഞാനേറ്റ് പറയുന്നു, വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ എൻ്റെ കന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാനവന്മാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെല്ലാവരെയും നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. Cristo,
സർവശക്തനുമായ ദൈവമേ, അങ്ങേ പിതാവെ എന്ന് വിളിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചുവല്ലോ. ദത്തപുത്ര ചൈതന്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിർത്തുവാനും അങ്ങ് വാഗ്ദാനം ചെയ്ത അവകാശത്തെ ഞങ്ങളെ അർഹമാക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അങ്ങ് കേട്ടരുളണമേ. ഒന്നാം വായന അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് 4-ാം അധ്യായം 23 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് മോചിതരായ പത്രോസും യോഹന്നാനും സ്വസമൂഹത്തിലെത്തി പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു. അത് കേട്ടപ്പോൾ അവർ ഏകമനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിച്ചു, നാഥ, ആകാശത്തിന്റെയും ഭൂമിയുടെയും സമുദ്രത്തിന്റെയും അവയുടെ സകലത്തിന്റെയും സൃഷ്ടാവേ, ഞങ്ങളുടെ പിതാവും അവിടുത്തെ ദാസനുമായ ദാവീദിന്റെ അധരത്തിലൂടെ പരിശുദ്ധാത്മാവ് മുഖേന അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്തിട്ടുണ്ടല്ലോ, വിജാതീയർ രോഷാകുലരായതെന്തിന്? ജനങ്ങൾ വ്യക്തമായ കാര്യങ്ങൾ വിഭാവനം ചെയ്തതുമെന്തിന്? കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരായി ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധികാരികൾ ഒരുമിച്ച് കൂടുകയും ചെയ്തു. അവിടുന്ന് അഭിഷേകം ചെയ്ത അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിനെതിരെ ഹേറോദോസും ആ പന്തിയോസ് പിലാത്തോസും വിജാതിയരോടും ഇസ്രായേൽ ജനങ്ങളോടുമൊപ്പം സത്യമായും ഈ നഗരത്തിൽ ഒരുമിച്ച് കൂടി.
അവിടുത്തെ ശക്തിയും ഹിതവും അനുസരിച്ച് നിശ്ചയിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടിയാണ് അവർ ഇപ്രകാരം ചെയ്തത്. അതിനാൽ കർത്താവേ, അവരുടെ ഭീഷണികളെ അവർ ശ്രദ്ധിക്കണമേ. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമയത്തിന് സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. ദൈവവചനമാണ് നാം കേട്ടത്. നിങ്ങളോട് കൂടെ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് ഫരീസേരിൽ നിക്കോദെമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, റബ്ബീ, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. യേശു പറഞ്ഞു,
സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജയിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. നിക്കോദേമോസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന്